ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉത്തര കൊറിയയെ പറ്റിയാണ്. ഉത്തര കൊറിയ വിചിത്ര നിയമങ്ങളുടെ ഒരു രാജ്യം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ ഉയർന്നു വന്ന വർത്തമാന ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യമായി നിലനിൽക്കുന്ന രാഷ്ട്രം. മനുഷ്യാവകാശങ്ങളൊക്കെ കാറ്റിൽ പറത്തി ജനതയെ അടിമകളെ പോലെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന രാജ്യം. ഉത്തര കൊറിയ എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. എന്നാൽ എന്താണ് ഉത്തര കൊറിയയുടെ ഉള്ളിൽ നടക്കുന്നതെന്നോ അവിടുത്തെ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയെന്നോ അറിയുക അസാധ്യമാണ്. ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ സഹോദരൻ കിം ജോങ് നാമിന്റെ കൊലപാതകവും തുടർന്നുണ്ടായ ഉത്തര കൊറിയ മലേഷ്യ തർക്കവും നിരന്തരമുള്ള ആണവ പരീക്ഷണങ്ങളും ഒക്കെയായി ഉത്തര കൊറിയ സജീവമായി തന്നെ ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്ന് ലോകമാധ്യമങ്ങളിലെ ചർച്ച ഉത്തര കൊറിയ വിക്ഷേപിച്ച ബഹിരാകാശ റോക്കറ്റിനെ പറ്റിയാണ്. അത് ചർച്ചയിൽ വരാൻ ഒരു കാരണമുണ്ട്. നാളുകൾക്ക് ശേഷം ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ ഒരു പൊതുവേദിയിൽ പറഞ്ഞ കാര്യങ്ങൾ ലോകമാധ്യമങ്ങൾ വഴി പുറത്തു വന്നിരുന്നു. കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ട് മറ സൃഷ്ടിച്ചു കഴിയുന്ന ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെപ്പറ്റിയും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റിയും ചില കാര്യങ്ങൾ. ദിവസങ്ങൾക്ക് മുമ്പ് കിം ജോങ് ഉന്നിൻ്റെ സാമ്രാജ്യത്തിൽ നിന്നും പുറത്തു വന്ന ഒരു പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ പറഞ്ഞിരുന്നു. ആരു കേട്ടാലും തലയിൽ കയ്യും വെച്ചിരുന്നു പോകുന്ന നിയമങ്ങളാണ് ഉത്തര കൊറിയയിൽ നിലനിൽക്കുന്നത്. ഉത്തര കൊറിയയിൽ ആകെയുള്ളത് 3 ചാനലുകൾ മാത്രമാണ്. മൂന്നും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നതാണ്. അതുതന്നെ ധാരാളമെന്നാണ് അധികാരികൾ പറയുന്നത്. ഇവയിൽ പ്രധാനമായും സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ സർക്കാർ അറിയിപ്പുകളും ഭരണാധികാരികളുടെ പ്രസംഗങ്ങളും ആണ്. എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് ഭരണ സംവിധാനത്തിന് തോന്നിക്കഴിഞ്ഞാൽ കുറ്റം ചെയ്ത ആൾ മാത്രമല്ല ശിക്ഷ അനുഭവിക്കുന്നത്, അയാളുടെ കുടുംബത്തിലെ എല്ലാവരും ശിക്ഷ അനുഭവിക്കണം. കുറ്റം ചെയ്യുന്ന ആളും ആളിൻ്റെ മാതാപിതാക്കളും ആളിൻ്റെ മക്കളും ഭാര്യയും ശിക്ഷ അനുഭവിക്കണം. എത്ര മനോഹരമായ ആചാരങ്ങൾ ആണല്ലേ. 28 രീതിയിൽ മുടി മുറിക്കാം. അത് തെറ്റിച്ചാൽ പിന്നെ മുടി മുറിക്കാൻ തല കാണില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമടക്കം 28 രീതിയിൽ തലമുടി മുറിക്കാൻ സർക്കാർ അവകാശം നൽകിയിട്ടുണ്ട്. അത് തെറ്റിച്ചാൽ പിന്നെ കടുത്ത ശിക്ഷ തന്നെ അനുഭവിക്കണം. തലസ്ഥാനത്ത് കഴിയണമെങ്കിൽ സർക്കാർ സമ്മതിക്കണം. തലസ്ഥാന നഗരമായ പ്യോങ്യാങ്ങിൽ കഴിയണമെങ്കിൽ തീർച്ചയായും സർക്കാർ അനുവാദം വേണം. സമ്പന്നർ മാത്രം തലസ്ഥാന നഗരത്തിൽ താമസിച്ചാൽ മതിയെന്നാണ് കിം ജോങ് ഉന്നിന്റെ ഉത്തരവ്. പഠിക്കണമെങ്കിൽ ഡെസ്കിനും ബെഞ്ചിനും ഫീസ് അടക്കണം. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ നിങ്ങളുടെ ഡെസ്കും ബെഞ്ചും തല്ലിപ്പൊട്ടിക്കുമ്പോൾ അങ്ങ് ഉത്തര കൊറിയയിൽ ഇരുന്നു പഠിക്കുന്ന ബെഞ്ചിനും ഡെസ്കിനും വരെ ഫീസ് അടക്കണം. ബൈബിളോ? അതൊക്കെ അങ്ങ് പാശ്ചാത്യ രാജ്യങ്ങളിൽ. ഉത്തര കൊറിയയിൽ ബൈബിൾ കൈവശം വെക്കുന്നത് പോലും ഇപ്പോഴും കുറ്റകരമായ പ്രവൃത്തിയാണ്. പാശ്ചാത്യ സംസ്കാരം പ്രചരിപ്പിക്കാൻ ബൈബിൾ സഹായിക്കുമെന്ന കാരണത്താൽ ബൈബിളിന് രാജ്യത്ത് പ്രവേശനമില്ലത്രേ. ആപ്പിളും സോണിയുമില്ലാത്ത രാജ്യം. പ്രമുഖ ഇലക്ട്രോണിക്സ് ടെക്നോളജി സേവനദാതാക്കളായ സോണിക്കും ആപ്പിളിനും രാജ്യത്ത് പ്രവേശനമില്ല. സർക്കാർ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. പാട്ടില്ല, സിനിമയില്ല, ചിരിയില്ല, ജീൻസില്ല, മതമില്ല. ഉത്തര കൊറിയയിലെ കുറച്ച് വിചിത്രമായ നിയമങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും വസ്ത്ര സ്വാതന്ത്ര്യത്തിനും വല്ലാത്ത പരിമിതിയുണ്ടെന്ന് മാത്രമല്ല, ചില ദിവസങ്ങളിൽ ചിരിക്കുന്നതിന് പോലും വിലക്കുള്ള രാജ്യമാണ് ഉത്തര കൊറിയ. കേൾക്കുമ്പോൾ അവിശ്വസനീയമാണെന്ന് തോന്നുന്ന ഉത്തര കൊറിയയിലെ 8 വിചിത്ര നിയമങ്ങളാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. 17 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ഉത്തര കൊറിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് എല്ലാവരും വോട്ടിങ്ങിനെത്തണം. ഒരാളുടെ പേര് മാത്രം എഴുതി ബാലറ്റ് പേപ്പർ കയ്യിൽ ലഭിക്കും. ഒന്നും പൂരിപ്പിക്കാനില്ല. ഒരടയാളം പോലും ആവശ്യമില്ല. നേരെ അത് ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുക. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉത്തര കൊറിയൻ പൗരൻ പങ്കാളിയായി കഴിഞ്ഞു. ചിരിക്കുന്നതും കുറ്റമാണ്. ഉത്തര കൊറിയയുടെ മുതിർന്ന നേതാവും കിം ജോങ് ഉന്നിന്റെ മുത്തച്ഛനുമായ കിം സംഗ് 1994 ജൂലൈ 8 മരിക്കുന്നത്. രാജ്യം ദുഃഖമാചരിക്കുന്ന ഈ ദിവസം ചിരിക്കുന്നത് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. മനസ്സിന് സന്തോഷം പകരുന്ന കാര്യങ്ങളിൽ ഉത്തര കൊറിയൻ പൗരന്മാർ അന്നേ ദിവസം ഏർപ്പെടരുത്. തമാശ പറയുകയും അരുത്. അന്ന് മദ്യപിക്കരുതെന്നും നിയമമുണ്ട്. നീല ജീൻസിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. നീല ജീൻസിനെ മുതലാളിത്തത്തിന്റെ പ്രതീകമായാണ് ഉത്തര കൊറിയ കാണുന്നത്. നീല ജീൻസ് ധരിച്ച് പുറത്തിറങ്ങുന്നത് ജയിലിലടക്കാനാവുന്ന കുറ്റകൃത്യമാണ്. മതമില്ല, ദൈവമില്ല, ബൈബിളില്ല. നാസ്തികത്വം ബലം പ്രയോഗിച്ച് നടപ്പാക്കുന്ന രാജ്യമാണ് ഉത്തര കൊറിയ.
എല്ലാവരും കിം കുടുംബത്തിൽപ്പെട്ടവരാണ്. അതിനാൽ പൗരന്മാർക്ക് മതമോ വിശ്വാസമോ പാടില്ലെന്നാണ് നിയമം. രാജ്യം വിടുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. പൗരാവകാശങ്ങൾ ഈ വിധത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ആരും ഉത്തര കൊറിയ വിട്ടുപോകാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് മറ്റൊരു നിയമം മൂലമാണ്. ഉത്തര കൊറിയയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ പൗരന്മാർക്ക് അവകാശമില്ല. രേഖകളില്ലാതെ അതിർത്തി കടക്കുന്നവർക്ക് മരണമാണ് ഉത്തര കൊറിയയിലെ ശിക്ഷ. അതിർത്തികളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിദേശ സിനിമ വേണ്ട, ഗാനങ്ങളും പാടില്ല. വിദേശ സിനിമകൾ കാണുന്നതിനും അന്യഭാഷാ ഗാനങ്ങൾ കേൾക്കുന്നതിനും കർശനമായ വിലക്കുണ്ട്. അമേരിക്കൻ ചിത്രങ്ങൾ കാണുന്നതിന് മരണശിക്ഷ വരെ വിധിച്ചേക്കാം.